രഘുവേട്ടൻ ഇങ്ങനെ വെറിയനെ പോലെ നടന്നിട്ട് എന്താ? പെണ്ണൊരുമ്പെട്ടാലേ ബ്രഹ്മാവിനും തടുക്കാൻ പറ്റില്ലെന്നാ. അനന്തമാഷിന്റെ 5 മക്കളിലെ ഇളയവള് എല്ലാം തികഞ്ഞവളായിപ്പോയി നിങ്ങൾ കരുതിയാ മതി. എന്നാലും അമ്പലത്തിൽ അമ്മാവനുള്ളപ്പോ ദാസങ്ങളിലും മറ്റും അവിടെ ഇറങ്ങാൻ പറ്റാതിരുന്നത് അമ്മാവനവിടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെന്നാ പറഞ്ഞേ. അമ്മാവനോട് ഇല്ലായിരുന്നെങ്കിൽ അവര് മാലിടുന്നതിന് മുമ്പ് എല്ലാരും ഓടിച്ചെന്ന് രണ്ടിനും പിടിച്ച് അകറ്റുമായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ രഘുവേട്ടാ? അച്ഛന്റെ മനസ്സറിവോടെ അല്ലെങ്കിലും അച്ഛന്റെ സാന്നിധ്യത്തിൽ അവളുടെ അവന്റെയും കല്യാണം നടക്കണമെന്നാ യോഗം. അല്ലെങ്കിൽ അച്ഛൻ ഒരു ദൈവിക കാര്യത്തിന് പോയ സ്ഥലത്ത് വെച്ച് മകളുടെ കള്ളക്കല്യാണം നടക്കുവോ? കല്യാണം നീ ഇങ്ങനെ കൂടെ കൂടെ പറയണ്ട. കള്ളക്കല്യാണം നടത്തി അവനും അവളും ഒരുമിച്ച് ജീവിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാക്കി അവര് ജയിച്ച് കയറണ്ട. ഇനി നിങ്ങൾ എന്ത് ചെയ്യാനാ രഘുവേട്ടാ? പെണ്ണ് ഒളിച്ചോടാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്കൊന്നും ചെയ്യാനായില്ലല്ലോ. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെയൊക്കെ കണ്ണും വെട്ടിച്ച് അവളും അവനും ഇവിടം വരെ എത്തിയെങ്കിൽ ഇനി അങ്ങോട്ട് ഒരുമിച്ച് പോകാനും അവർക്ക് പറ്റും. നിന്നോട് ഞാൻ പറഞ്ഞല്ലേടി ഞാൻ അങ്ങോട്ട് പോവാന്ന്. അപ്പൊ നീ എല്ലാം ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ തടഞ്ഞു. ഞാനവിടെ എത്തിയിരുന്നെങ്കിലേ അമ്മാവനുള്ളത് പോലും നോക്കാതെ കയറി ചെന്ന് മുടക്കിയാനെ. പിന്നെ നിങ്ങൾ അതിനു മുമ്പ് പുഴക്കര ദേവീക്ഷേത്രത്തിൽ എത്തണമെങ്കിലേ ഇവിടുന്ന് പറക്കേണ്ടി വരും. അതിന് നിങ്ങൾക്ക് ചെറവൊന്നുമില്ലല്ലോ. അവരെ തടയാൻ പോയവര് നിസ്സാരക്കാരൊന്നുമല്ല. അവർക്ക് ചെയ്യാൻ പറ്റാത്തത് രഘുവേട്ടൻ ചെയ്ത് ഹീറോ ആയിട്ട് നമുക്കൊന്നും നേടാനുമില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത് അവരായി അവരുടെ പാടായി.